ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവ്യയും ജലജയും കൂടെ മുട്ടം വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജലജ വെറുതെ പോയി തോണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് വന്നിട്ട് അബി അമ്മയാണ് വലിച്ചു കൂട്ടി കൊണ്ടുപോകുന്നത്, അവർ തമ്മിൽ വഴക്കിടരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആ സമയത്ത് അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിനക്കുള്ള പണി ഞാൻ വേറെ വെച്ചിട്ടുണ്ടടി, അതുകൊണ്ട് ഇപ്പം ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നൊക്കെയാണ് അബി മനസ്സിൽ വിചാരിക്കുന്നത്. അബി അമ്മയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ജലജ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ വലിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്? അവളുടെ തലക്കെട്ടൊന്ന് പൊട്ടിക്കാൻ എനിക്ക് തോന്നിയത്. അപ്പം അബി പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല, ഈ വീട്ടിൽ ആരും നമുക്ക് സപ്പോർട്ടില്ല. അപ്പോൾ അവളെ അനുനയത്തിൽ ഇവിടുന്ന് പുറത്താക്കുകയാണ് വേണ്ടത്. അപ്പം ജലജ ഇങ്ങനെ മകനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ജലജ ദേഷ്യത്തോടെ മകനോട് പറയുന്നുണ്ട്, അങ്ങനെ ആണുങ്ങൾ പറഞ്ഞാൽ കൊള്ളായിരുന്നടാ, നിന്നെക്കൊണ്ടേ ഒന്നിനും കൊള്ളത്തില്ല, ബിസിനസ്സിലും വിജയിച്ചില്ല, കുടുംബജീവിതത്തിലും വിജയിച്ചില്ല. അപ്പം അബി സങ്കടത്തോടെ പറയുന്നുണ്ട്, അമ്മ കുറച്ചുകൂടി സാവകാശം എനിക്ക് താ. അവള് ഇവിടുന്ന് ഉടനെ തന്നെ പുറത്തു പോയിരിക്കും, അതും വെറുതെ അല്ല പുറത്തു പോകുന്നത്, നാറി വിളറി വെളുത്തിട്ടായിരിക്കും. പക്ഷെ അബിയുടെ വാക്കുകളൊന്നും കൂടുതലായിട്ട് വിശ്വസിക്കാൻ ജലജ ഒരുക്കല്ലായിരുന്നു. അവടി പറയുന്നുണ്ട്, എടാ ഇനി എന്തായാലും അവളെ ഇവിടുന്ന് തള്ളിക്കളഞ്ഞേ പറ്റൂ. അവളോടെ എൻ്റെ ചരിത്രം എല്ലാം ആരോ പറഞ്ഞിട്ടുണ്ട്, അത് നീയാണോന്നാണ് എൻ്റെ സംശയം. സംശയത്തോടു കൂടി അബിയെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അപ്പം അബി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ പറയുമോ അമ്മേ? അബി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജലജ പറയാണ്, എന്നാലേ ആരോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വീട്ടിൽ പുറമ്പോക്കാണെന്ന് എനിക്കറിയാം, എന്നാലും അവളെപ്പോലെ ഒരുത്തി ആ രീതിയിൽ സംസാരിച്ചപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അപ്പം അബി അമ്മയോട് പറയുന്നുണ്ട്, പുറത്തു പോകുന്നതിന് മുമ്പുള്ള ആളിക്കത്തലായിട്ട് അത് കണ്ടാൽ മതി, അവളുടെ ഇവിടുത്തെ ആയുസ് തീർന്നു അമ്മേ. ഇനി അവൾ വാവിട്ട് നിലവിളിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പം ജലജ പറയുന്നുണ്ട്, ഈ വീട്ടിൽ കയറാൻ പോലും അർഹതയില്ലാത്ത അവള് എന്നെ പുറമ്പോക്കായിട്ട് കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. അതിലേക്കാ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിനക്കറിയാലോ, ഒരു കാലത്ത് എന്നെ ഏതു നേരവും അധിക്ഷേപിക്കുമായിരുന്നു എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവള്. അവൾ വലിയ കുടുംബത്തിൽ നിന്ന് കയറി വന്നവളല്ലേ, എനിക്കല്ലേ അതൊന്നും ഇല്ലാത്തത്. അപ്പം അബി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അമ്മേ അനന്തമൂർത്തിയും വസുന്ധരയും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. ഓർമ്മയായ ദിവസം മുതലേ അവരെ ഞാൻ അങ്ങനെയാണ് വിളിച്ചത്, അതുകൊണ്ട് അമ്മയ്ക്കിവിടെ സ്ഥാനമില്ലാന്നൊന്നും കരുതണ്ട. അപ്പോൾ ജലജ വീണ്ടും പറയുന്നുണ്ട്, എടാ എല്ലാം ഒന്ന് കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ എനിക്കിവിടെ യാതൊരു സ്ഥാനവും ഇല്ലടാ, അതുകൊണ്ടാണ് ഭാഗം വെച്ച് എല്ലാവരും പല വഴിക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ തല ഉയർത്തിപ്പിടിച്ച് പറയാം നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന്, അല്ലെങ്കിലേ അത് തൻ്റെ ഇടത്തോടെ പറയാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ അബി രഹസ്യമായിട്ട് പറയുന്നുണ്ട്, ആദ്യം അവളെ ഒന്ന് പുറത്താക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാം തീരുമാനിക്കാം. അമ്മ അതിനിടയിൽ അവളുമായിട്ട് വഴക്കിനൊന്നും പോവരുത്. അപ്പോൾ ജലജ മകനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴും ജലജയുടെ മനസ്സിലേക്ക് വരുന്നത് നവ്യയുടെ വാക്കുകളാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചില കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്തായാലും അത്തരം കഥകളൊന്നും എൻ്റെ അമ്മയ്ക്കില്ല. നീ എന്താടി കേട്ടത്? എന്താ കേട്ടതെന്ന്? നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള സ്ഥാനവും നിങ്ങൾ ആരാണെന്നൊക്കെ എനിക്കറിയാം. ഇങ്ങനെ നോക്കണ്ട, പറയാനാണെങ്കിൽ എനിക്കും കൂടുതലായിട്ട് പറയേണ്ടി വരും. നീ എന്താടി പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അമ്മയെന്ന് വിളിക്കാനേ ഒരാളെങ്കിലും ഉണ്ട്, ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ട്, നിങ്ങൾക്കതുണ്ടോയെന്ന് സംശയമാണ്. ആ വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും ഓർത്ത് ജലജ ഇങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വയം. എന്നിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്, അവൾക്കെല്ലാം അറിയാം, അതുകൊണ്ടാ അവൾക്ക് എന്നെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തത്. കനക ആകെ ടെൻഷൻ അടിച്ച് നന്ദുവിനെയും കാത്തിരിക്കുകയാണ്. ഗോവിന്ദൻ അങ്ങോട്ട് വന്നപ്പോൾ അവരത് പങ്കുവെക്കുന്നുണ്ട്. നന്ദു ഇനിയും വന്നില്ലല്ലോ, എവിടെ പോയതാണെന്ന് ഒരു പിടിയുമില്ല. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, നേരത്തെ അവൾ പുറത്തു പോയി കഴിഞ്ഞാൽ അവൾ എവിടെ പോയിന്ന് പോലും അന്വേഷിക്കില്ലായിരുന്നു, പിന്നെ രാത്രിയായിട്ടും വന്നില്ലെങ്കിലേ നമുക്കൊരു ചെറിയ ഭയമെങ്കിലും ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇപ്പം പകൽ സമയത്ത് കാണാതായാലും ടെൻഷനല്ലേ. അപ്പം കനക സങ്കടത്തോടെ പറയുന്നുണ്ട്, അവളെയും നയനെയും നമുക്ക് കെട്ടിയിട്ട് വളർത്തേണ്ട അവസ്ഥയില്ലായിരുന്നല്ലോ ഗോവിന്ദേട്ടാ. എന്നാൽ ഇപ്പോൾ ആ ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടില്ലേ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനിയുടെ കൂടെ പിന്നാലെ ബൈക്കിൽ നന്ദു അങ്ങോട്ടേക്ക് വന്നത്. അനിയുടെ കൂടെ വന്ന് നന്ദു ബൈക്കിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടപ്പോൾ തന്നെ കനകക്ക് ദേഷ്യം അരിച്ചു കയറുന്നുണ്ടായിരുന്നു. അവർ ഗോവിന്ദനോട് പറയുന്നുണ്ട്, നോക്കൂ ഗോവിന്ദേട്ടാ, ഞാൻ അവളോട് പറഞ്ഞതാ അനിയെ കാണരുതെന്ന്, എന്നിട്ട് കണ്ടോ? അവരിങ്ങനെ പല്ല് അടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഗോവിന്ദനും അതുപോലെ തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നന്ദു പേടിയോടുകൂടിയാണ് അകത്തേക്ക് കയറി വരുന്നത്. അനി പുഞ്ചിരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ തന്നെ അനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നന്ദുവിനെ വഴി വെച്ച് കണ്ടതാ, അപ്പോൾ കരുതി ഇവിടെ കൊണ്ടുവിടാമെന്ന്. അപ്പോൾ കനക പുഞ്ചിരിച്ചുകൊണ്ട് കേട്ട് നിൽക്കുകയാണ് അനി പറയുന്നത്. അനിയുടെ നേരെ ചിരിക്കുകയാണെങ്കിലും ഗോവിന്ദൻ്റെ നേരെ തിരിഞ്ഞപ്പം കനകയുടെ മുഖം ദേഷ്യത്തിലാവുന്നുണ്ട്. അത് അനി ശ്രദ്ധിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, മോനെ ഈ സമയത്ത് മോൻ്റെ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ ആയിരിക്കുമല്ലോ, അങ്ങനെയുള്ളപ്പോൾ ഇവളുമായിട്ട് ചുറ്റിക്കറങ്ങുന്നത് ശരിയാണോ? അപ്പം നന്ദു ഇങ്ങനെ പേടിയോടുകൂടി നിൽക്കുകയാണ്. അപ്പം അനിയും ആകെ ഒന്ന് പരിഭ്രമിച്ച് പറയുന്നുണ്ട്, അല്ല പിന്നെ. അപ്പം കനക അനിയെ വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അല്ല, നന്ദൂട്ടൻ ഇപ്പോൾ വിവാഹപ്രായമൊക്കെ ആയല്ലോ, ഇനി ഈ ആൺകുട്ടികളുടെ കൂടെയുള്ള ചുറ്റലൊന്നും വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം വിഷമമായിട്ടുണ്ടായിരുന്നു. അനി ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ അന്യനൊന്നും അല്ലല്ലോ ആൻറ്റി. എങ്ങനെ അനിയെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേന്ന് അറിയാത്ത രീതിയിലാണ് കനക സംസാരിക്കുന്നത്. അത് പിന്നെ മോനിപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോവുകയാണല്ലോ. അതിനിടയ്ക്ക് ഇവളുമായിട്ട് മോൻ കറങ്ങി നടക്കുന്നത് ആ കൊച്ചിന് ഇഷ്ടപ്പെടുവോ? അപ്പം അനി പറയുന്നുണ്ട്, ആൻറ്റി എൻ്റെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഇന്നലെ കണ്ടൊരു പെങ്കൊച്ചിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗോവിന്ദൻ കുറച്ച് ഹാർഷായിട്ടാണ് പറയുന്നത്. ആ ഇന്നലെ കണ്ട പെൺകുട്ടി നാളെ മോൻ്റെ ഭാര്യയാ. ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാനുമായിട്ട് അടുപ്പമുള്ളവരെ അവൾക്ക് വേണ്ടി മാറ്റി നിർത്തേണ്ട കാര്യം എന്താ? അനി ചോദിക്കുകയാണ്. പക്ഷെ ഗോവിന്ദൻ വെട്ടിത്തുറന്ന് പറയാണ്, മോന് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അനിക്കത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഫീലിംഗ് ആയി എന്നുള്ളത് കനകക്കും നന്ദുവിനും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തന്നെ കനക വേഗം പറയുന്നുണ്ട്, അത് പിന്നെ മോനെ ഗോവിന്ദേട്ടൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെ ഗോവിന്ദേട്ടൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞെങ്കിലും അത് നിങ്ങളുടെ രണ്ടാളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാ. അതിന് മറുപടിയൊന്നും പറയാതെ അനി സങ്കടത്തോടെ പറയുന്നുണ്ട്, ശരി ആൻറ്റി, ഞാൻ പോയിട്ട് വരാം. നന്ദുവിനെ നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് അനി പോവുകയാണ്. അനി അങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോയത് കണ്ടപ്പോൾ നന്ദുവിന് ഒത്തിരി സങ്കടമാവുന്നുണ്ട്. അനി അവിടുന്ന് പോയതിനു ശേഷം നന്ദുവിനെ തിരിച്ചു പിടിച്ചിട്ട് ഗോവിന്ദൻ പെട്ടെന്ന് കവിളത്ത് തല്ലുകയാണ്. അപ്പോൾ നന്ദു ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, തല്ലിയിട്ടില്ല ഇതുവരെ, അതിനുള്ള കാരണങ്ങൾ ഉണ്ടായാലും കണ്ടില്ലെന്ന് വെച്ച് പോവുമായിരുന്നു. എന്നാൽ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ലടി. നന്ദു ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പം കനകയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നന്ദുട്ടാ, നിന്നോട് പറഞ്ഞതല്ലേ അനിമോനെ കാണാനും സംസാരിക്കാനൊന്നും പാടില്ലാന്ന്. പിന്നെ എന്തിനാ നീ ആ പയ്യൻ്റെ പിന്നാലെ പോയത്? അപ്പം വിതുമ്പി കരഞ്ഞുകൊണ്ട് നന്ദു പറയുന്നുണ്ട്, ഞങ്ങൾ വഴിയിൽ വെച്ച് യാദൃശ്ചികമായിട്ട് കണ്ടതാ. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, യാദൃശ്ചികമായിട്ട് കാണുകയാണെങ്കിലും മുഖം തിരിച്ചു പോകണം, അതാണ് വേണ്ടത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം പറയാണ്, 2 പെൺമക്കളെ ആ വീട്ടിലേക്ക് അയച്ചിട്ട് ഒരു ദിവസം പോലും മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല. രണ്ടാളും എന്നാ സ്ഥിരമായി ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാ അവരുടെ അവിടുത്തെ അവസ്ഥ. അങ്ങനെയുള്ളപ്പോൾ മൂന്നാമതൊരാൾ കൂടി ഇനി അവിടുത്തെ പയ്യനെ സ്നേഹിക്കണ്ട. അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞു. അതനുസരിക്കാൻ നിനക്ക് വയ്യെങ്കിൽ ഇനി ഞാൻ തല്ലത്തില്ല. നിന്നെ ഈ വീട്ടിനകത്തേക്ക് പൂട്ടിയിടത്തേ ഉള്ളൂ, അത് നീ മനസ്സിൽ വെച്ചോ. നന്ദു ഒരക്ഷരം പോലും പറയാതെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പം കനക പറയുന്നുണ്ട്, എന്താ ഗോവിന്ദേട്ട ഈ കാണിച്ചത്? ഇതുവരെ ഗോവിന്ദേട്ട മോളെ തല്ലിയിട്ടില്ല. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം തല്ലിയത് തെറ്റായിപ്പോയെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അതല്ല, ഞാൻ തല്ലിയ അവൾക്ക് സങ്കടം വരത്തില്ല, പക്ഷെ അവളുടെ അച്ഛൻ തല്ലിയത് അവൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഗോവിന്ദനും അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയ കാര്യമാണ്. ആ ഒരു നേരത്തെ ദേഷ്യത്തിന് തല്ലിപ്പോയതാണ് അയാൾ. ആദർശ് ഓഫീസ് പോകാൻ റെഡിയാകുന്ന ആ സമയത്താണ് ടിഫിൻ കാരിയർ കൊണ്ട് നയന അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശേട്ടാ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സീരിയസ് ആയി എടുത്തിട്ടുണ്ടോ? ആദർശ് തീരെ വകവെക്കാത്ത രീതിയിലാണ് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത്. ഏയ്, ഒട്ടും സീരിയസ് ആയി എടുത്തിട്ടില്ല. അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അതിന് പിന്നാലെയാ. അവിടെ എൻ്റെ ചേച്ചി തെറ്റുകാരിയാണെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് പോകാൻ തയ്യാറാ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നിന്റെ ചേച്ചിക്ക് വേണ്ടി എല്ലാം മറച്ചു പിടിക്കാനും അവൾക്ക് വേണ്ടി ഈ വീട് വിട്ട് പോകാനൊക്കെ നീ എന്തിനാ റിസ്ക് എടുക്കുന്നത്? അപ്പം നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും ത്യാഗം ചെയ്യുന്നവരാ. അവരുടെ ത്യാഗം കൂടെയുള്ള ആണുങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിന്നെ നിന്റെ ചേച്ചിയും ഞാൻ ശരിക്കും മനസ്സിലാക്കിയതാ. ഇന്ന് നിന്റെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, നാളെ നിനക്കുണ്ടാവില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ അതിൽ ഞാൻ തെറ്റുകാരിയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കിടന്ന് കത്തും. അപ്പോൾ ആദർശ് പരിഹാസത്തോടെ ചോദിക്കും, ഓ, നീ അഗ്നിശുദ്ധി വരുത്തൂന്ന്. നീ അങ്ങനെ ചെയ്താലേ അഗ്നി അശുദ്ധാവും. അത് കേട്ടപ്പോൾ നയനക്ക് ദേഷ്യം വരികയാണ്. അത്രയ്ക്ക് തരം താഴ്ന്നൊരു പെൺകുട്ടിയല്ല ഞാൻ, അതെ ദൈവങ്ങൾക്കറിയാം. അപ്പോൾ ആദർശ് പരിഹാസത്തോടെ പറയുന്നുണ്ട്, ദൈവങ്ങൾക്ക് പലതും അറിയാം. നിന്നെക്കുറിച്ചൊക്കെയുള്ള ഇതുപോലുള്ള സംഭവങ്ങൾ ഓരോരോ കഥകൾ പൊങ്ങി വരുമ്പോഴല്ലേ അറിയുന്നത്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളും എനിക്കൊപ്പം ജീവിച്ചല്ലോ, നെഞ്ചി കൈവച്ചുകൊണ്ട് പറയാമോ ഞാനൊരു മോശം പെൺകുട്ടിയാണെന്ന്? ആദർശ് പറയുന്നുണ്ട്, അതിനെ നെഞ്ചിൽ കൈവെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ പറയാം. എന്നെ കൊച്ചാക്കാനും ഇടിച്ചു താഴ്ത്താനും വേണ്ടി വെറുതെ ഓരോന്ന് പറയണ്ട. നയന സങ്കടത്തോടെ പറയാണ്, ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന് ഞാൻ പെട്ടുപോയതാ. സാധാരണ നല്ല ജീവിതം കിട്ടുമ്പോൾ ചില പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടുകാരെ കൊച്ചാക്കാൻ വേണ്ടി ഇതുപോലെയെല്ലാം സംസാരിക്കാറുണ്ട്. എന്നാ ഇത് അതുപോലെയല്ല, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. ഈ വീട്ടിനകത്ത് ഞാൻ കിടന്ന് ശ്വാസം മുട്ടുക. പിന്നെ അതിൽ നിന്നൊരു മോചനമുള്ളത് അടുക്കളയിലെ പാചകവും മറ്റുള്ള ജോലികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാ. അതിനിടയ്ക്കാ എൻ്റെ ചേച്ചി ഇങ്ങനൊരു തലവേദന ഉണ്ടാക്കി വെച്ചത്. അത് മറച്ചു വെക്കാൻ പാടില്ലെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്. സഹായമൊന്നും കിട്ടില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ആദർശ് വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്തുനിന്നേ നീ ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഇത് ഈ വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, പ്രത്യേകിച്ചും മുത്തശ്ശന്. നിന്റെ ചേച്ചി കാരണം ഈ വീട്ടിലുണ്ടായ പൊട്ടിത്തെറി നേരിട്ട് കണ്ടയാളാ നീ. ഇനി ഒന്നുകൂടി ആർക്കും താങ്ങാൻ പറ്റില്ല.
അപ്പം നയന സങ്കടത്തോട് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് സഹായിക്കാൻ പറഞ്ഞത്, എൻ്റെ ചേച്ചിയുടെ ഭാഗത്ത് ന്യായമുണ്ട്. അപ്പോഴും ആദർശ് പറയാണ്, എന്തായാലും ഞാൻ ഇതിൻ്റെ പിന്നാലെ നാണം കെട്ട് നടക്കാനൊന്നും പോകുന്നില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ചെയ്തോളാം. എന്തായാലും നിരപരാധിയായ എൻ്റെ ചേച്ചിയെ എനിക്ക് രക്ഷിച്ചേ മതിയാവൂ. നയന അവിടുന്ന് സങ്കടത്തോടെ പോവാണ്. അപ്പോൾ ആദർശ് വിചാരിക്കുന്നുണ്ട്, അവൾ അറിയാതെ ഇതിന് പിന്നിൽ യാത്ര ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഈ സംഭവം മൂടി വെക്കാതെ എന്നോട് പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അച്ഛൻ തല്ലിയതിൻ്റെ സങ്കടത്തിൽ ഇരുന്ന് കരയാണ് നന്ദു. അങ്ങോട്ടേക്ക് വന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ, 2 പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു വിട്ടതിന് ശേഷം ഓരോന്നും കണ്ടും കേട്ടും മടുത്തു മോളെ. അതൊക്കെ മനസ്സിൽ വെച്ചാണ് നിന്നെ തല്ലിയത്. അല്ലാതെ മോളോട് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല. അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് അയാൾ. നവ്യയുടെ കാര്യം പോട്ടെ, നയനമോളുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കുടുംബത്തിന് വേണ്ടി മാത്രമായിരുന്നു മോൾ ജീവിച്ചത്. ഒരിക്കലും സ്വന്തം കാര്യം നോക്കിയിട്ടുമില്ല. ആ മോളും ഇന്ന് കരഞ്ഞാ ജീവിക്കുന്നത്. ആദർശിന് നയനമോളോട് ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ല. ഒരു കാര്യം മാത്രം അറിയാം, അയാളുടെ മുത്തശ്ശന് വേണ്ടിയിട്ടാ അയാളുടെ ബന്ധുക്കളും എല്ലാവരും ഇപ്പോൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് മോളുടെ ചേച്ചിമാരെ അവിടെ നിർത്തിയിരിക്കുന്നത്. നന്ദു കരഞ്ഞുകൊണ്ട് അച്ഛനെ നോക്കുകയാണ്. അപ്പം കനക പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ മോളെ, നമുക്കിപ്പോൾ കോടികളും വേണ്ട, കൊട്ടാരവും വേണ്ട. നമ്മളെപ്പോലെ ചിന്തിക്കുന്ന സാധാരണക്കാരെ മതി. അപ്പോൾ ഗോവിന്ദൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏതൊരു അച്ഛനമ്മമാർക്കും അവരാഗ്രഹിക്കുന്ന സമയത്ത് അവരുടെ മക്കളെ കാണാൻ സാധിക്കണം. അതാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ സന്തോഷം. ആ സന്തോഷമാണ് ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ തീർത്താൽ തീരാത്ത സങ്കടമുണ്ട് മോളെ. അപ്പം നന്ദു കണ്ണീര് തുടക്കുകയാണ്. അപ്പോൾ കനക സങ്കടത്തോടെ പറയുന്നുണ്ട്, നന്ദൂട്ടാ, ഞങ്ങൾക്കുള്ളിലൊരു സംശയം ഉള്ളത് കൊണ്ടാ മോളെ മോള് അനിമോനുമായിട്ട് കമ്പനി കൂടുന്നത് ഞങ്ങൾ തടയുന്നത്. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അയാൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. പിന്നെ ആ പയ്യനെ ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാ. അപ്പോൾ കനക പറയുന്നുണ്ട്, അല്ല ഗോവിന്ദേട്ടാ, ആ അനിമോനൊരു പാവാ. നമ്മുടെ മക്കളെ നമുക്ക് ഉപദേശിക്കാനും ശാസിക്കാനും ഒക്കെ പറ്റൂ. മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെടാൻ പറ്റുമോ? നന്ദൂട്ടൻ പറഞ്ഞു വിലക്കിയിരുന്നെങ്കിൽ പിന്നെ ഒരു കാരണവശാലും അനിമോൻ ഇവളെ കാണാൻ വരില്ലായിരുന്നു. അപ്പോൾ നന്ദു കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട്, ഞങ്ങൾ വഴിയിൽ വെച്ച് യാദൃശ്ചികമായിട്ട് കണ്ടതാ അമ്മേ. അപ്പോൾ കനക പറയുന്നുണ്ട്, അങ്ങനെ കണ്ടാ മുഖം തിരിച്ച് പോകണമെന്നല്ലേ ഗോവിന്ദേട്ടൻ നിന്നോട് പറഞ്ഞത്? പിന്നെ മോൾ എന്തിനാ തിരിഞ്ഞു നിൽക്കുന്നത്? അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിന് അടിച്ചു പോയതാ മോളെ, മോൾ അത് കാര്യമാക്കണ്ട. അപ്പം നന്ദു കരഞ്ഞോണ്ട് പറയാണ്, എൻ്റെ അച്ഛൻ എന്നെ ഇതുവരെ ഇങ്ങനെ തല്ലിയിട്ടില്ലല്ലോ. അച്ഛനമ്മമാർക്ക് മക്കളെ ശാസിക്കാനും തല്ലാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഒരു കാരണവും ഞങ്ങളെ തല്ലത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്കൊരു വിഷമോ ഇല്ലച്ചാ. അവൾ കരഞ്ഞുകൊണ്ട് അയാളെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അയാൾക്ക് കൂടുതൽ സങ്കടമാവുകയാണ്. അപ്പോൾ അയാൾ മകളെ തന്നെ നോക്കി സങ്കടത്തോടെ അവളെ ചേർത്ത് നിർത്തുന്നുണ്ട്. അപ്പം കനകൻ വന്നിട്ട് സങ്കടത്തോടെ അയാളുടെ അരികിലേക്ക് വരികയാണ്. ഒരു സങ്കടത്തിൽ തന്നെയാണ് ആ കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നത്. അതേസമയം അനന്തപുരിയിൽ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓരോ ദിവസവും വ്യത്യസ്തമായ ഭക്ഷണം. ഇന്നത്തെ ഭക്ഷണം സൂപ്പറായിരുന്നു. അത് കേട്ടപ്പോൾ ദേവയാനി സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, അച്ഛന് രോഗമാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മയാ ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഏയ് ഞാനല്ല, നയനമോളാ. അത് കേട്ടപ്പോൾ ദേവയാനിയുടെ മുഖം ചുളിയാണ്. അപ്പം മുത്തശ്ശൻ പറയാ, മോള് മനസ്സറിഞ്ഞാ ഓരോന്നുണ്ടാക്കി തരുന്നത്. പണ്ടത്തെ അമ്മമാരുണ്ടാക്കുന്ന സ്വാദാണ് ഓരോ കറിക്കും. എന്ന് വെച്ചാൽ പ്രതിമകൾ ഉണ്ടാക്കാൻ മാത്രമല്ല, അടുക്കളപ്പണിയിലും നല്ല കൈപുണ്യമുണ്ട് മോൾക്ക്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അത് അടുക്കളപ്പണിയിൽ മാത്രമല്ല, മോൾ ഉണ്ടാക്കുന്ന എല്ലാത്തിലും അതിൻ്റേതായ ഒരു കൈപുണ്യമുണ്ട്. നീ കഴിച്ചില്ലേ ദേവയാനി? അപ്പോൾ ദേവയാനി വലിയ താല്പര്യമില്ലാത്ത മട്ട് പറയാണ്, ആ കഴിച്ചിരുന്നു, വലിയ കുഴപ്പമില്ല. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മരുമകളെ നീ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി അംഗീകരിച്ചിട്ടുണ്ടോ? അവളെ മകൻ്റെ ഭാര്യയായിട്ട് കാണുന്നില്ല, അതുപോട്ടെ, അവൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതാണെന്നെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ ദേവയാനി പറയാണ്, അമിതമായിട്ട് മരുമകളെ പുകഴ്ത്തുന്നത് അത്ര നല്ലതല്ല അച്ഛാ. അതവരെ കൂടുതൽ അഹങ്കാരികളാക്കി തീർക്കുകയുള്ളൂ. അത് അഹങ്കാരികളായ മരുമക്കളെയാ മോളെ അത് ബാധിക്കില്ല. മോളെ വരച്ച ഡിസൈൻസ് നമ്മൾ മാത്രമല്ല, കസ്റ്റമേഴ്സ് പോലും നല്ലതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടൊന്നും മോൾക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടില്ല. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, അത് ശരിയാ, ആദർശ് പോലും അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവൾ തന്നിഷ്ടക്കാരിയോ അഹങ്കാരിയോ ആദർശ് പറയുന്നത് അത് അമ്മയ്ക്ക് വേണ്ടി പറയല്ലേ? മുത്തശ്ശൻ ചോദിക്കുക, നീ എന്ന് മുതൽ നയനമോളെ സ്നേഹിച്ചു തുടങ്ങുന്നുവോ അന്ന് മുതൽ ആദർശ് ഇപ്പോഴത്തെക്കാളും നയനമോളെ അംഗീകരിച്ചു തുടങ്ങും. അപ്പോഴേക്കും മുത്തശ്ശന് കുടിക്കാനുള്ള ജ്യൂസുമായിട്ട് നയന വരുന്നുണ്ട്. ഇത്തിരി ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, പക്ഷേ മുത്തശ്ശന് കുടിക്കാനുള്ള സ്പെഷ്യൽ ജ്യൂസാണ്, ഹെൽത്തിയാണ്, അതുകൊണ്ട് കുടിക്കുന്ന പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അദ്ദേഹം കഴിക്കുന്ന സമയത്ത് ദേവയാനി വിചാരിക്കുന്നുണ്ട്, ഇവളെല്ലാ വഴിക്കും അച്ഛനും അമ്മയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. മുത്തശ്ശിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? നയന ചോദിക്കുന്നുണ്ട്. വേണ്ട മോളെ. അമ്മയ്ക്കോ? ദേവയാനിയോട് ചോദിക്കാൻ ദേവയാനി പുച്ഛത്തോടെ പറയും, എനിക്ക് വേണ്ടത് ഞാൻ എടുത്ത് കുടിച്ചോളാം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവർക്കൊക്കെ ആരോഗ്യമുണ്ട് മോളെ, അവരോടൊന്നും എന്താ വേണ്ടതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, അവർക്ക് ആവശ്യമുള്ളത് അവർ തന്നെ ഉണ്ടാക്കി കഴിച്ചോളും.
അത് കേട്ടപ്പോൾ നയന അവിടുന്ന് പോവാണ്. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇനി നയന മോളെ ഇവിടുന്ന് പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞത് എൻ്റെ രോഗകാര്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ്. എന്നാൽ പിന്നെ മോളോട് ഇത്തിരി മയത്തിലൊക്കെ സംസാരിച്ചൂടെ, പെരുമാറിക്കൂടെ? മുത്തശ്ശൻ ചോദിക്കുന്ന സമയത്ത് ദേവയാനിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. നവ്യ ആകെ മൊത്തം ടെൻഷൻ അടിച്ച് ബാൽക്കണി കൂടെ നിൽക്കുന്ന സമയത്താണ് നയന അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം നവ്യ പറയുന്നുണ്ട്, അവൻ എന്നെ വിളിച്ചിരുന്നു, സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല, പറയേണ്ട രീതിയിൽ തന്നെ മറുപടി കൊടുത്തു. അപ്പം നയന പറയുന്നുണ്ട്, എന്തിനാ ചേച്ചി അങ്ങനെ റോങ് ആയിട്ട് സംസാരിച്ചത്? നീയല്ലേ പറഞ്ഞത് അങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ റോങ് ആയിട്ടല്ല സംസാരിക്കേണ്ടത്, അവരോട് അനുനയത്തോടെ സംസാരിച്ച് അവരെ പോലീസിൽ കൊടുക്കുകയാണ് വേണ്ടത് എന്നൊക്കെ നയന പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ എന്തോ മനസ്സിൽ വെച്ചാണ് പെരുമാറുന്നതെന്ന് തോന്നുന്നത്. പണം തന്നെയായിരിക്കും ലക്ഷ്യം. നമ്മളെ ശ്വാസം മുട്ടിച്ചിട്ട് അവസാനം അവനവൻ്റെ ലക്ഷ്യത്തിലെത്താനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോഴേക്കും നവ്യയുടെ ഫോണിലേക്ക് വേറൊരു വീഡിയോ കൂടെ നിർമ്മൽ വിടുകയാണ്. എടുത്തു നോക്കുന്ന സമയത്ത് വളരെ വൾഗറായിട്ടുള്ളൊരു വീഡിയോ ആണ്. നവ്യയായിട്ട് ചേർത്തിട്ട് നിൽക്കുന്ന ഇൻറ്റിമസി ആയിട്ടുള്ളൊരു വീഡിയോ. അത് നയനക്ക് കൂടെ നവ്യ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ നവ്യ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അവനെ ചില്ലറക്കാരനല്ല, എല്ലാ വിദ്യകളും പയറ്റി തെളിഞ്ഞവനാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെതിരെ നയപരമായിട്ട് തന്നെ തിരിച്ചടിക്കണമെന്ന്. ചേച്ചി അവനോട് ചൂടായി, എന്നിട്ട് അവൻ എന്തെങ്കിലും മാറ്റമുണ്ടോ നോക്ക്. ഉള്ളിൽ ഭയം വെച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം നയനെ സമാധാനിപ്പിക്കുന്നുണ്ട്, സാരയില്ല ചേച്ചി, നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാനിത് അബിയോട് പറയണോ? നവ്യ ചോദിക്കുന്നുണ്ട്. വേണ്ട, അവനും അവൻ്റെ അമ്മയും എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കുക നമ്മളെ ഇവിടുന്ന് പുറത്താക്കാൻ. ആരും അറിയാതെ നമ്മൾ രണ്ടുപേരും ഇത് സോൾവ് ചെയ്യണം. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ? പറ്റണം, എന്നേക്കുമായി അവൻ്റെ ശല്യം അവസാനിപ്പിക്കണം. അപ്പം നവ്യ പറയുന്നുണ്ട്, എനിക്ക് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് തൊലി പൊളിയുന്നു. അപ്പോൾ ഇത് കാണുന്ന മറ്റുള്ളവരുടെ അവസ്ഥയോ? നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയേക്കും, പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നവ്യ അങ്ങനെ ടെൻഷനോട് കൂടി സംസാരിക്കുമ്പോൾ തന്നെ നയന പറയുന്നുണ്ട്, വെറുതെ പതറിയിട്ട് നാളത്തേക്ക് വരാൻ പോകുന്ന കാര്യം ആലോചിച്ച് ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട. ഇതൊരു AI കാലഘട്ടമാണ്, ഇവിടെ ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നയന നവ്യയെ ആശ്വസിപ്പിച്ചിട്ട് പോവുകയാണെങ്കിലും നവ്യക്ക് അതൊന്നും ആശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താ ചെയ്യാന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടി തന്നെയാണ് നവ്യ ഉള്ളത്. ആ ഭാഗത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.